അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒന്ന് കിച്ചുട്ടിനെ ഒന്ന് അച്ഛനെയും കണ്ടിട്ട് വരാന്ന് വിചാരിച്ചുട്ടാ. ഞങ്ങൾ പിന്നെ കുറച്ചായാലും അങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് പിന്നെ എല്ലാ ഞായറാഴ്ചകളും ഓരോ പരിപാടികൾ ഉണ്ടാവുകയെ. അപ്പൊ സൂര്യൻ തേജും ഞാനും ഇവിടെ ഒന്ന് പോയിട്ട് വരാന്ന് വിചാരിച്ചുട്ടോ. ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നേ, അതുകൊണ്ട് തന്നെ കാർ എടുത്ത് പോവാന്ന് വിചാരിച്ചു. ആദ്യം തേജുവിനെ കൊണ്ടുപോയി വണ്ടിയിൽ കയറ്റിയിട്ടാ. ഇന്ന് എന്താ അറിയില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് ഒരേപോലത്തെ കോസ്റ്റ്യൂമായിട്ടാ കിട്ടിയത്. എന്തായാലും അതിൽ ഞങ്ങൾ 3 പേര് ഹാപ്പി ആയിട്ടാ. വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ മങ്ങാടത്ത് ഇപ്പൊ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ടാ. അങ്ങനെ ഫ്രൂട്ട്സ് ഇട്ടപ്പോ ഞങ്ങൾ ഹാപ്പി, വിറ്റുപോയ ചേട്ടനും ഹാപ്പി ഇട്ടാ. അങ്ങനെ ഞങ്ങൾ ക്യാഷും കൊടുത്തവിടുന്ന് ഇറങ്ങിയേ. പിന്നെ സൂര്യയുടെ വീടിന് അവിടെ എത്തിയപ്പോ അവിടെ ഫ്രണ്ടിൽ വണ്ടിയുടെ സ്ഥലമില്ലല്ലോ. അപ്പൊ ഞാൻ നേരെ ബാക്ക് കൊണ്ടുപോയിട്ട് വണ്ടി ഇട്ടിട്ടാ. അവരെന്നെ അവിടെ ഫ്രണ്ടിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കിച്ചുട്ടനാണെങ്കിൽ ചിരിയും കളിയൊക്കെ തുടങ്ങിയിരിക്കുന്നു കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് അവന്റെ അടുത്തിരിക്കാൻ. അപ്പൊ ചെറുതായിട്ട് ഞങ്ങളെന്നൊക്കെ മനസ്സിലാവാൻ തുടങ്ങിയവനെ. ഈ പ്രായം മുതലുള്ള പിള്ളേരെ കളിപ്പിക്കാൻ നല്ല രസാട്ടാ. കാരണം അവനെ കൊഞ്ചിക്കുമ്പോൾ അവൻ ചിരിക്കലും കളിക്കലൊക്കെ തുടങ്ങിയിരിക്കുന്നു. കിച്ചുട്ടനെ ആദ്യം പോയിട്ട് എടുത്തപ്പോ ഒന്ന് കരച്ചിലൊക്കെ വന്നേ. ഇപ്പൊ റെഡി ആയിട്ട് ആള്. തേജുവിന് നേരെ താഴെ ആളില്ലാത്തോണ്ട് കളിപ്പിക്കാനൊക്കെ മടിയാണ്. ഇത്രയും കാലം അവനായിരുന്നല്ലോ ചെറിയ കുട്ടി. പിന്നെ എന്നും അടുത്തന്നെ ഈ തേജുനായിട്ട് സെറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ ആണല്ലോ. തേജുവിന് ക്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് വർക്ക് ഉള്ളതുകൊണ്ട് ഡെയിലി വരാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അവനൊക്കെ വളച്ചെടുത്തായിരുന്നു കേട്ടോ തേജു. പിന്നെ അച്ചാച്ചനും പേരക്കുട്ടികളും നല്ല കളിയിലാണ്. കിച്ചുട്ടനാണ് തേജുവിനെ കാണുമ്പോൾ അടിക്കാനും പിടിക്കാനൊക്കെ പോകുന്നുണ്ടോ. തേജുട്ടായി എന്തായാലും പേടിക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ എന്നൊക്കെ വരച്ച വരയിൽ നിർത്തുന്നുള്ള ഭാവട്ടോ കിച്ചുട്ടിന്റെ മുഖത്ത്. പിന്നെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കിച്ചുട്ടിനെ കാണാൻ വയനാട്ടിൽ നിന്ന് ആദർശിന്റെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് വന്നിട്ടോ. പിന്നെ അവരോട് കുറച്ചേരം ഞാൻ സംസാരിച്ച് നിൽക്കുകയാണ്. ആദർശും അച്ഛനും കിച്ചുട്ടനും തേജൊക്കെ നല്ല കളിയിലാണ്. സൂര്യാണെങ്കിൽ ഉണ്ണിയുടെ തിരിഞ്ഞിട്ടും പറഞ്ഞിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദർശിന്റെ റിലേറ്റീവ്സ് എല്ലാം ഫുഡ് കഴിച്ചിട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാനും തേജുട്ടനും സൂര്യൻ പാടത്ത് ഫുഡ് കഴിക്കരുന്നേ. ഇന്നാണെങ്കിൽ ഉച്ചയൂണില് നല്ല പോർക്ക് വരട്ടിയതും ചിക്കൻ കറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പോർക്ക് കഴിക്കില്ലേ, അതുകൊണ്ട് തന്നെ കുറച്ച് ചിക്കനും മീൻ കറിയും പിന്നെ 2 കഷ്ണം മീൻ വറുത്ത് കൊടുത്തിട്ടുണ്ട്. സൂര്യയുടെ ഫേവറേറ്റ് പോർക്ക്, അതുകൊണ്ട് തന്നെ സൂര്യ വരുമ്പോഴൊക്കെ പോർക്കൊക്കെ മേടിക്കാറുണ്ട് അച്ഛനെ. അതെല്ലാം ഇപ്പൊ തേജും ചെറുതായിട്ട് കഴിച്ചു തുടങ്ങിയിട്ടാ. എന്നത്തെയും പോലെ എന്റെ പ്ലേറ്റ് ഞാൻ കാലിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ജസ്റ്റ് അമ്മയ്ക്കൊന്ന് സർപ്രൈസ് കൊടുക്കാൻ പോവാണേ. വേറൊന്നല്ല, ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോവാണ് പറഞ്ഞിട്ട് പോയത് കുന്നംകുളത്തേക്കിട്ടാ. അത് വേറൊന്നല്ല കേട്ടോ, നമ്മുടെ ഫോൺ കംപ്ലൈന്റ് ആണ്. അപ്പൊ സൂര്യ അമ്മയ്ക്ക് ഒരു ഫോൺ എടുത്ത് കൊടുക്കാൻ പോവാണ്. ഇത് മരത്തങ്ങോട് പള്ളി കേട്ടോ. പോണ വഴിക്ക് കണ്ടപ്പെടുത്താണ്. ഞാൻ അവിടുത്തെ പള്ളി പെരുന്നാളിനൊക്കെ പോവാറുണ്ട് മുന്നേ. ഞങ്ങൾ കുന്നംകുളെത്തി. ഞാനാണെങ്കിൽ ഏകദേശം ഒരു 8 വർഷത്തോളം കുന്നംകുളമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സും ഉണ്ട് അവിടെ. ഒരു കമ്പനിയിലട്ടോ, 2-3 കമ്പനികളിലായിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സൂര്യവിന് അപ്പുറത്തിരുന്ന് കമന്റ് അടിക്കുന്നുട്ടോ. വിനീഷേട്ട വായ നോക്കി കിടന്നിരുന്ന സ്ഥലം പറഞ്ഞിട്ട്. അതൊരു പച്ചയായ സത്യം കാരണം തന്നെ ചിരിച്ച മുഖം കൊണ്ടൊരു മറുപടി കൊടുത്തിട്ട് സൂര്യക്ക്. പിന്നെ ഞങ്ങൾ ഫോണിന്റെ ഷോപ്പിൽ എത്തിയിട്ടാ. മറഹബ എന്ന ഷോപ്പിന്റെ പേര്. നമ്മുടെ ഇതിന്റെ ഓണറുടെ പേര് മനോജേട്ടൻ കേട്ടോ. ആളുടെ കമ്പനിയിൽ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നിയർ പോലീസ് സ്റ്റേഷൻ കേട്ടോ. അതുപോലെ തന്നെ ഫോൺ ഗാലറി, മർഹബ അതൊക്കെ അവർ തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ പ്രജീഷാണ്, എന്റെ കൂട്ടുകാരൻ കേട്ടോ. ഞാൻ അവിടെ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ഫോണിന്റെ എന്ത് ഡീലിംഗ് ഉണ്ടെങ്കിലും ഞാൻ ഷമീറിനായിട്ട് വിളിക്കല്. എന്റെ ചങ്കാണ്. ഷമീർ ആണെങ്കിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവാണ്. അപ്പൊ അവനെ ഫോൺ വിളിച്ചിട്ടൊക്കെ ഞാൻ ഡീൽ ചെയ്തിരിക്കുന്നത്. പിന്നെ പേയ്മെന്റ് കൊടുത്തിരിക്കുന്ന സൂര്യ കേട്ടോ. അപ്പൊ അങ്ങനെ ഫോണും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ ഫോൺ എടുക്കാൻ പോയ കാര്യം ആരും അറിഞ്ഞിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. അമ്മയാണ് വേറെ വർത്തമാനത്തിലായിരുന്നു. ഞങ്ങളാണെങ്കിൽ അമ്മയുടെ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അമ്മ ഹാപ്പി ഉണ്ട്, ഞങ്ങളും ഹാപ്പി ആയി, സൂര്യ ഹാപ്പി ഉണ്ട് കേട്ടോ. ഇങ്ങനെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർക്കും നമ്മൾക്കൊക്കെ ഹാപ്പി ആവുമല്ലോ. അപ്പൊ ഇന്നത്തെ കുഞ്ഞുകൂടി എത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.